നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ രാത്രി നേരത്തെ നിനക്ക് എന്തിനാ മൊബൈല്? നീ കിടന്ന് ഉറങ്ങാൻ നോക്കുപ്പോ. ഈ ചൂടത്ത് ഉറങ്ങാൻ പറ്റാത്തോണ്ടാ. കറണ്ട് വരുന്നവരെ മൊബൈലിൽ കുത്തി കളിച്ചോണ്ടിരിക്കാലോ എന്ന് വിചാരിച്ചിട്ടാ. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല. എടി നീ പതുക്കെ പോയി എടുത്തോണ്ട് വാ. എടി നീ എന്തിനാ പേടിക്കുന്നേ? ഇത് നമ്മുടെ വീടല്ലേ. ഇന്ന് ആന്റി വരണ്ട. ആ ഫോണിൽ ഞാനിതിന്റെ. നീ പോകണേ. ആ കില്ലർ ഏത് നിമിഷം വേണമെങ്കിലും പിടിക്കും. സ്റ്റോറിയിലെ ട്വിസ്റ്റിന് മേൽ ട്വിസ്റ്റാ. ഞാൻ വേറെ മൂഡിലിരിക്കുക ജാസ്മിൻ. നീ ഒന്ന് മിണ്ടാതെ മര്യാദയ്ക്ക് പോ. ഈ വെബ് സീരീസ് തീർന്നിട്ട് വേണമെങ്കിൽ ഞാൻ വരാം. ഓ ആന്റി അത്രയ്ക്ക് ബുദ്ധിമുട്ടിയൊന്നും വരണ്ട. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അല്ല പിന്നെ എങ്ങനെയെങ്കിലും എന്റെ ചേച്ചിയെ പോലെ പണക്കാരിയാവാൻ ഞാൻ കിടന്ന് പെടാപ്പാട് വിടുന്നു. ആ വിപിനെ എങ്ങനെയെങ്കിലും പ്രേമിച്ച് വശത്താക്കാൻ പല വഴികളും നോക്കി. അന്നേരം നീ കുറുക്ക് വഴിയിലൂടെ വന്ന് എന്റെ വിപിനെ തട്ടിയെടുക്കാൻ നോക്കുന്നോടി ജാസ്മിനെ. ഞാൻ ഈ വീട്ടിൽ വന്നതേ വിപിനെ കെട്ടി ഈ വീട്ടിലെ മരുമോളാവാനാ. അപ്പൊ നിനക്ക് വിപിനെ കെട്ടി ഇവിടുത്തെ മരുമോളാവണം അല്ലടി മൂഷട്ടെ. നീ കണ്ടോ ഈ പല്ലവി എന്താ ചെയ്യാൻ പോകുന്നെന്ന്? നീ ഇവിടുന്ന് ജീവനും കൊണ്ട് ഓടിയില്ലെങ്കിൽ എന്റെ പേര് പല്ലവി നല്ലടി. കണ്ട് കണ്ട് കണ്ണ് കഴിക്കുന്നതല്ലാതെ കൊലയാളി ആരാണെന്ന് കാണിക്കുന്നില്ലല്ലോ. കൊലയാളി ആരാണെന്ന് ഞാൻ കാണിച്ചു തരാടി. നിനക്ക് വിപിനെ കെട്ടണം അല്ലടി. നിനക്ക് ഈ വീട്ടിലെ മരുമോളാവണം അല്ലടി. നിനക്ക് ഗ്രാമത്തിലെ പാവങ്ങളെ കാണുമ്പോ പുച്ഛമാണല്ലടി. നിന്നെ ഞാൻ കാണിച്ചു തരാടി. ഈ പല്ലവി ആരാണെന്ന് ഞാൻ കാണിച്ചു തരാടി. ഈ എപ്പിസോഡിൽ മനുഷ്യനെ പറ്റിച്ചു. ഇത്ര നേരം ടെൻഷൻ അടിച്ചിരുന്ന് കണ്ടത് വെറുതെയായി. ചൊണയുണ്ടെങ്കിൽ പൊതുപ്പ് മാറ്റിയിട്ട് മുന്നിൽ വാ. അയ്യോ രക്ഷിക്കണേ. ആരത് പറഞ്ഞിട്ട് തല്ല്. അയ്യോ എടി നീയോ? നീയാണ് എന്നെ അതിക്രൂരമായിട്ട് തല്ലി ചതച്ചത്. അയ്യോ കണ്ണി ചോരയില്ലാത്ത വക്കീലിന്റെ മോളെ, നിനക്ക് എങ്ങനെ തോന്നിയടി എന്നെ മർദ്ദിക്കാൻ? അയ്യോ ഈ മൊബൈൽ ഞാൻ തരാത്തോണ്ടാണോ നീ എന്നെ പുതപ്പ് മൂടിയിട്ട് അടിച്ചത്? നിന്റെ എല്ലാ തോന്നിയാസത്തിനും കൂട്ടുന്ന എനിക്ക് ഇത് തന്നെ കിട്ടണം. അയ്യോ അടിച്ചെന്നോ? ആരടിച്ചു? ദേ ആന്റി, കറണ്ട് പോയ സമയത്ത് പൊട്ടത്തരം പറയല്ല കേട്ടോ. ഞാനൊന്നും ആരും അടിച്ചിട്ടൊന്നുമില്ല. ഞാനെന്തോ ബഹളം കേട്ട് ഓടി വരികയായിരുന്നു. നീ അല്ലെങ്കിൽ പിന്നെ ആരടി എന്നെ തല്ലിയത്? ഇതിപ്പോ ഈ വെബ് സീരീസ് കണ്ടതുപോലെ ആയല്ലോ എന്റെ കാര്യം. ഇതിലും കില്ലറാണെന്ന് വിചാരിച്ചുണ്ട് ആള് മാറി അടിക്കുന്നുണ്ട്. ഈ വക ക്രൈം സീരീസ് കണ്ടു കണ്ടേ സുശീലാന്റിക്ക് വട്ടായിന്നാ എനിക്ക് തോന്നുന്നു. ആന്റി ഉടനെ തന്നെ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ടോ. ഇല്ലെങ്കിലേ ഇതുപോലുള്ള തോന്നലുകൾ ഇനിയും ഉണ്ടാവും. അങ്ങനെ ഉണ്ടായി ഉണ്ടായി ആന്റി ഒരു മുഴുഭ്രാന്തിയായി മാറും. പറഞ്ഞേക്കാം. ഞാൻ വന്നപ്പോ എന്റെ മുഖത്താര ഷീറ്റിട്ട് മൂടിയത്. ഈ ബാഗിൽ വെച്ചോ, അതിവിടെ സുരക്ഷിതമായിരുന്നോളും. വെച്ചിട്ടുണ്ട്. ഇനി ബാഗ് അലമാരയിൽ തിരിച്ചു വെക്കട്ടെ? വേണ്ട, അത് ഞാൻ എടുത്തു വച്ചോളാം. എന്നാലേ ഞാൻ പോട്ടെ. മുത്തശ്ശൻ വാതിലടിച്ച് കിടക്കാൻ നോക്ക്. ശരി മോളെ.
മുത്തശ്ശ, മണിക്കുട്ടൻ എന്തിയെ കണ്ടില്ലല്ലോ? അവനിവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴാ പോയത്. അവന്റെ സംസാരം കേട്ട ആർക്കാ ഉറങ്ങാൻ തോന്നുക? ആ പിന്നെ മാജിക് ബോക്സ് ഭദ്രമായിട്ട് സൂക്ഷിക്കണേ. വിശാൽ സാർ എന്നോട് പ്രത്യേകം പറഞ്ഞതാ. ശരി ശരി, മോള് പേടിക്കാതെ പോയി കിടന്നുറങ്ങ്. ശരി മുത്തശ്ശ. ശരി മോളെ. ഇത് തുറന്നാലേ ഗായത്രിയമ്മ ഇതിൽ ഒളിപ്പിച്ച രഹസ്യം അറിയാൻ കഴിയുള്ളൂ. പക്ഷേ ഇത് തുറക്കേണ്ടത് ഞാനല്ല, വിശാല. എങ്കിലേ കാര്യങ്ങളുടെ റൂട്ട് ശരിയാവുകയുള്ളൂ. ആരാത്? ആരാ? ആരാന്ന് പറയുന്നതാണ് നല്ലത്. ആരാ? ആരാ? ആരാന്ന് പറയേ. ആരാ? ആരാ അത്? ആരാ? ആരാന്ന് പറയേ. ആരാ? ആരാ അത്? എന്റെ ഒരു ഗതികേട് നോക്കണേ. കയ്യെത്തും ദൂരത്ത് പ്രതാപനുണ്ടായിട്ടും പ്രതിമയെപ്പോലെ നോക്കി നിൽക്കേണ്ട അവസ്ഥ. ഇതിലും ഭേദം മരിക്കുന്നതാ. അമ്മേ മഹാമായേ, അടിയൻ നിസ്സഹായന. അന്ധനായി വേഷമിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ പരിമിതിയുണ്ട്. ഗായത്രി അമ്മയുടെ രഹസ്യം ശത്രുക്കൾ അറിയാൻ പാടില്ലമ്മേ. അതുകൊണ്ട് ഉദിയന്നൂർ അമ്മ തന്നെ അതിനൊരു പോംവഴി കാട്ടണം. കണ്ടോ, നിങ്ങളുടെ മാജിക് ബോക്സ് ഇപ്പൊ എന്റെ കയ്യില്. ഇതൊരു ചേച്ചി കാണുമ്പോ ചിലപ്പോ വിശ്വസിക്കാൻ കഴിയാതെ തല ചുറ്റി വീഴും. ഇത്തവണെങ്കിലും ചേച്ചിക്ക് ഈ അനിയനോടൊരു മതിപ്പുണ്ടായാൽ മതിയായിരുന്നു. നോക്കിക്കോ, പ്രതാപൻ ആരെന്ന് പ്രവേശിച്ച് കാണാൻ പോകുന്നേ ഉള്ളൂ. ഇവക്ക് രാത്രിയിൽ ഉറക്കമില്ലേ? കറണ്ട് പോയ സമയത്ത് തെക്കും വടക്കും നടക്കോ നാശം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.